ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ ESD 102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: ഇവാലുവേറ്റ് ദ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ a-b/c*d+e*f+e. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് എത്ര വേരിയബിൾസ് യൂസർ ഉണ്ടെന്ന് റീഡ് ചെയ്യണം. നമുക്ക് എത്ര വേരിയബിൾസ് റീഡ് ചെയ്യണം? എ റീഡ് ചെയ്യണം, ബി റീഡ് ചെയ്യണം, സി റീഡ് ചെയ്യണം, ഇ, ഡി, എഫ്, ജി. അപ്പോൾ ആദ്യം നമുക്ക് അതാദ്യം എഴുതാം. പോയിന്റ് മെയിൻ എത്ര ഞാൻ എല്ലാം ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഫ്ലോട്ട് എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഓക്കെ, ഇനി ഹാഷ് ഇൻക്ലൂഡ് stdio.h വേണം. ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഓക്കെ, ഇനി ഇത്രയും വാല്യൂസ് എനിക്ക് യൂസറിൻ്റെ നിന്ന് മേടിക്കണം. സോ പ്രിന്റ് എഫ് എൻ്റർ ദി വാല്യൂസ് ഓഫ് എ, ബി, സി, ഡി, ഇ, എഫ് ആൻഡ് ജി. ഓക്കെ, ഞാൻ ഇത്രയും വാല്യൂസ് ഒരു മേടിക്കാൻ പോവാണ്. പെർസെൻറ്റേജ് എഫ്, അപ്പോൾ 5 വേരിയബിൾസ് ആയി. നമുക്ക് 3, 6, 7 എണ്ണം ഉണ്ട്. സോ എഫ്. സോ ആംപർസെൻഡ് എ, ആംപർസെൻഡ് ബി, ആംപർസെൻഡ് സി, ആംപർസെൻഡ് ഡി, ആംപർസെൻഡ് ഇ, ആംപർസെൻഡ് എഫ്, ആംപർസെൻഡ് ജി. അപ്പോൾ എല്ലാ വാല്യൂസും ഞാൻ മേടിച്ചു. ഇനി എനിക്ക് എന്ത് വേണം? എനിക്ക് റിസൾട്ട് വേണം. സോ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും കൂടെ ഞാൻ എടുത്തു, RES. എന്താണ് എനിക്ക് ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി? സോ RES ഈക്വൽ ടു ഈ ഒരു കാര്യം അതേപോലെ എഴുതുക. ഓക്കെ, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഒരു സെമിക്കോളൻ. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടി. ഇനി സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രിന്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ് RES. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഓർഡർ ഓഫ് ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയാനാണ്. അപ്പോൾ നമുക്ക് ബോർഡ് മാസ് വെച്ചാണ് നമുക്ക് അറിയാം. ബോർഡ് മാസ് വെച്ചാണ് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A is equal to 5 ആണെന്ന് വിചാരിക്കുക. B is equal to ഞാൻ 4 എന്ന് പറയുന്നു. C is equal to ഞാൻ 2 എന്ന് പറയുന്നു. D is equal to 5 എന്ന് പറയുന്നു, അല്ലെങ്കിൽ 6 എന്ന് പറയുന്നു. ഞാൻ E എന്ന് പറയുന്നത് 12 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. F എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ഒരു 5 അല്ലെങ്കിൽ 8 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. G എന്ന് പറയുന്നത് ഞാൻ 9 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ നമുക്ക് ഇതിന് ആൻസർ എങ്ങനെയായിരിക്കും? അപ്പോൾ ആദ്യം എനിക്ക് വന്നിരിക്കുന്നത് A-B/C എന്നാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഉള്ളതിന് ബ്രാക്കറ്റിനാണ് ഏറ്റവും ഹയർ പ്രസിഡൻസ്. സോ A-B/C*D+E ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം മൈനസിനെക്കാട്ടി ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്ലാഷിനാണ്. സോ ആദ്യം എന്തായിരിക്കും നടക്കുന്നത്? ആദ്യം B/C ആയിരിക്കും നടക്കുന്നത്. സോ നമുക്കറിയാം A-B/C ആണ് ആദ്യം നടക്കുക. അപ്പോൾ ആദ്യം പെർഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? നമുക്കറിയാം ബിയുടെ വാല്യൂ എന്താണ്? 4 ആണ്. സിയുടെ വാല്യൂ 2 ആണ്. സോ 4/2 എന്ന് പറയുന്നത് എനിക്ക് എന്താ ആൻസർ കിട്ടും? 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ 2 കിട്ടി. ഇനി അടുത്ത് എന്താ കിടക്കുന്നത്? *D+E. അപ്പോൾ ഇതിനകത്ത് ഹയർ പ്രസിഡൻസ് ആർക്കാണ്? ഹയർ പ്രസിഡൻസ് സ്റ്റാറിനാണ്. സോ 2 into D ആയിരിക്കും അടുത്തത് പെർഫോം ചെയ്യുന്നത്. 2 into D എന്താണ്? 2 into D എന്ന് പറയുന്നത് 2 into 6 that is 12 ആണ്. പ്ലസ് E.
ഇനി നമുക്കറിയാം പ്ലസിനും മൈനസിനും ഈക്വൽ പ്രസിഡൻസ് ആണ്. സോ മൈനസ് അല്ലെങ്കിൽ പ്ലസ് ആദ്യം ചെയ്യാം. സോ a മൈനസ് 12 എന്ന് പറയുന്നത് 5 മൈനസ് 12. 5 മൈനസ് 12 എന്ന് പറയുന്നത് എത്രയാണ്? 5 മൈനസ് 12 എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇറ്റ് ഈസ് -7. -7 കിട്ടി. ഇനി എന്താണ്? -7 പ്ലസ് ഇ, -7 പ്ലസ് 12 എന്ന് പറയുന്നത് എന്താണ്? -7 പ്ലസ് 12 എന്ന് പറയുന്നത് 5 ആണ് ആൻസർ. സോ ഈ ഒരു പോർഷന്റെ ആൻസർ എനിക്ക് എന്തെന്ന് കിട്ടി? ഇത്രയും പോർഷന്റെ ആൻസർ എനിക്ക് 5 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? എഫ് പ്ലസ് ജി ആണ് എനിക്ക് അടുത്തത്. കാരണം ബ്രാക്കറ്റിലുള്ളതാണ് അടുത്തത് ചെയ്യേണ്ടത്. എഫ് പ്ലസ് ജി എന്ന് പറയുമ്പോൾ 8 പ്ലസ് 9. 8 പ്ലസ് 9 എന്താണ്? 8 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 17 എന്ന് പറഞ്ഞു കിട്ടി. ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഇത് രണ്ടും കൂടെ, ദാറ്റ് ഈസ് 5ഉം 17ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 17 മൾട്ടിപ്ലൈഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 35 85 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. ഞാൻ ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? 85 എന്നാണ് കിട്ടുന്നത്. സോ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുന്ന ഫൈൻഡ് എന്നാണ്. find.c. അപ്പൊ ഇവിടെ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. സോ a.exe. എയുടെ വാല്യൂവും ബിയുടെ വാല്യൂ ഒക്കെ നമുക്ക് ഒന്ന് നേരത്തെ ചെയ്ത അതേ വാല്യൂ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് 5 ആണ് എയുടെ വാല്യൂ, 4 ആണ് ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ 2 ആണ്, ഡിയുടെ വാല്യൂ 6 ആണ്, ആൻഡ് ഇയുടെ വാല്യൂ 12 ആണ്, എഫിന്റെ വാല്യൂ 8 ആണ്, ആൻഡ് ജിയുടെ വാല്യൂ 9 ആണ്. സോ ആൻസർ എനിക്ക് 85 എന്ന് പറഞ്ഞു വരണം. സോ ആൻസർ ഈസ് 85. കറക്റ്റ് ആൻസർ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.